കാലം മാറുമ്പോഴേ പല കാര്യങ്ങളും മാറും. അതനുസരിച്ച് നമ്മൾ കുറച്ച് മാറാം. ഞാൻ ടോട്ടലി അങ്ങ് മാറത്തൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സിനിമയ്ക്കൊരു ടോണുണ്ട്. ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നർമ്മം, കോമഡി എന്ന് വിചാരിച്ച് അത് CID ഉണ്ണികൃഷ്ണൻ പോലെയോ മേലെപ്പറമ്പിലാണ് വീട് പോലെയോ ഒരു സിനിമയല്ല. കാരണം അത് കാലഘട്ടത്തിൻ്റെ സിനിമ നമ്മൾ എക്സ്ട്രീമിൽ നിർത്തിയ സിനിമകളാണത്. അത് മേലെപ്പറമ്പിൽ ആൺവീടിനൊക്കെ കടപിടിക്കാൻ ഒരു കോമഡി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ കോമഡി ഉണ്ടാക്കിയിട്ടില്ല, അതങ്ങ് ഉണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞ ഡയലോഗിലൊക്കെ ആ ഡയലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നുള്ള അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ അത് മനസ്സിലായില്ല. തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ഇതുമില്ല. ഈ രഘുനാഥ് പലേരിയുടെ എഴുത്തെന്ന് പറഞ്ഞല്ലേ, പുള്ളി ഭയങ്കര ഇൻ്റലക്ച്വലാണ്. പുള്ളി ഈ കലാകൗമുദിയിൽ ചെറുകഥ എഴുതി. അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെ ക്ലോസ് ആയപ്പോഴൊക്കെ പല ചെറുകഥയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് നമ്മളെടുത്ത് ഇത് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അത് എനിക്കും അതറിയില്ല സത്യത്തിൽ. അതങ്ങ് പോവും കേട്ടോ, അത് അങ്ങ് പൊയ്ക്കോളും. ഞാൻ പറഞ്ഞത് ആദ്യം വായിച്ചപ്പോൾ വെട്ടിക്കളയാൻ തന്നു എനിക്ക്. പക്ഷെ നിങ്ങൾ ഈ പൊയ്ക്കോളും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഡൗട്ട്, ചിലപ്പോൾ ഇത് കയറി വല്ലാണ്ട് കൊളുത്തിയാലോ അതൊരു ഡൗട്ട്. അത് കഴിഞ്ഞ് ഞാനിത് അമ്പിളിച്ചേട്ടനെ കൊണ്ട് ഷൂട്ടിൽ പറയിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ആ സ്ക്രിപ്റ്റിനെയും ആ ഡയലോഗിനെയും കണ്ടു. ഇല്ലാതെ നമ്മുടെ കയ്യിരിക്കുന്ന പച്ചമഷി കൊണ്ട് അതങ്ങ് വെട്ടിയിരുന്നെങ്കിൽ അല്ലേ നഷ്ടപ്പെട്ടത് എന്തായാലും. ഒരു അസാധ്യമായൊരു 33 കൊല്ലം പറഞ്ഞ് ചിരിക്കുന്ന ഏത് ട്രോളിലും, പൊളിറ്റിക്കൽ ആണെങ്കിലും ട്രോൾ ചെയ്താലും അത് വരും, സിനിമാക്കാരുടെ ട്രോളിലാണെങ്കിലും അത് വരും, ഇനി പൊതുരംഗത്തുള്ള ട്രോളാണെങ്കിലും ഈ ഡയലോഗ് കയറി വരും, എല്ലായിടത്തും വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു നർമ്മം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് നർമ്മം ഉണ്ടാക്കണം. നമ്മൾ നർമ്മം ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു 3-4 സംഭവങ്ങൾ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പ് വരുന്നതുമൊക്കെ ഈ നേരത്തേക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഹിറ്റായാൽ ഒരു 4-5 പ്രൊഡ്യൂസേഴ്സ് അഡ്വാൻസ് കൊണ്ട് തരും. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി എടുത്താൽ മനസ്സിലാവും, ഹിറ്റ് ചെയ്യുന്ന ഡയറക്ടർക്കും അടുത്തൊരു പ്രോജക്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രീതിയുണ്ട് ഇപ്പോൾ. അതെന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നെനിക്കിത്. മേക്കിംഗ് അല്ല പറയുന്നത്, ബിസിനസ്, സിനിമയുടെ ബിസിനസ്, മാർക്കറ്റിംഗ് സൈഡ്. പ്രൊഡ്യൂസർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ സത്യേട്ടൻ, പതിനന്തിക്കാട്, കമൽ, സിബി മലയിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഞാനന്ന് എറണാകുളം പോയി, അന്ന് കവിത ടൂറിസ്റ്റ് ഹോമിലാണ് എല്ലാവരും കവിത ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് താമസിച്ച്, അന്ന് മൊബൈലൊന്നുമില്ല, ഹോട്ടൽ ഫോണിലാണ് കോൾ വരുന്നത്. രാജസേനാണോ? അതെ. ഞാൻ ഇന്ന കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്. ഏതെങ്കിലും വലിയ കമ്പനിയിൽ നിന്നാണ്. എത്ര ദിവസമുണ്ട്? ഞങ്ങൾ 2 ദിവസമുണ്ട്. നാളെ ഒരു സമയം കിട്ടുമോ നമുക്കൊന്ന് കാണാൻ? ഞാൻ പറയാം എത്ര മണിക്ക്? രാവിലെ ഒരു 10 മണിക്ക് വരട്ടെ. ഒന്നുള്ളൂ. പ്രൊഡ്യൂസറാണ്, വരും, സംസാരിക്കും. ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ മനസ്സിൽ? ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് വരും. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് റാഫിയെ വിളിക്കട്ടെ, അല്ലെങ്കിൽ രഘുവിനെ വിളിക്കട്ടെ, അങ്ങനെ പറയും. എൻ്റെ കയ്യിലുള്ള ഒരു 3-4 പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നാളെ വന്ന് അതൊന്ന് കമ്മിറ്റ് ചെയ്യാം. പിറ്റേ ദിവസം അഡ്വാൻസാണ്. അങ്ങനെ സിനിമ ആസ്വദിച്ച കുറേ ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഞാനിപ്പോൾ അടുത്ത ചെയ്യുന്ന ഈ പടം 100% ഹിറ്റാണെങ്കിൽ, സൂപ്പർ ഹിറ്റ് ആണെങ്കിലും ഉടനെ ഒരു പടം വരാൻ. കാരണം എന്താ പറയുക, അന്നൊരു 3-4 ഹീറോസേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-25 ഹീറോസുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അവരുടെയൊക്കെ കയ്യിൽ 3-4 സിനിമ ഓൾറെഡി കമ്മിറ്റഡാണ്. ഇപ്പോൾ രാക്ഷസൻ എന്ന പേരൊരു തമിഴ് സിനിമ ഇറങ്ങിയിരുന്നു 2019. അദ്ദേഹം അതിനുശേഷം സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ. സിനിമ ചെയ്യാൻ ഒത്തിട്ടില്ല. സിനിമയ്ക്ക് അദ്ദേഹം ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു കഥ വരുമ്പോൾ പ്രൊഡ്യൂസർ സെറ്റ് ആവുന്നില്ല, പ്രൊഡ്യൂസർ സെറ്റ് ആകുമ്പോൾ കഥ ശരിയാവുന്നില്ല. ഒരു 10 ഡയറക്ടേഴ്സിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഹിറ്റ്, സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത് ആർക്കും അനങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പിന്നെ NSM എടുത്തുള്ള ഞാനൊരു 60% എൻ്റെ ഒരു ടാലൻ്റ് സിനിമയിൽ വന്നിട്ടുള്ളൂ, ഡയറക്ഷനിൽ 60%. എനിക്കിനി ഒരു 20 കൂടെ കയറ്റണമെന്നുണ്ട്, 100 വരെ എത്താൻ
എത്തണമെന്നുമില്ല. ഒരു 20 കൂടെ കയറ്റിയാൽ മതി. ഒരു 80% ടാലൻറ്റൂടെ കാണിച്ചിട്ട് അങ്ങ് പോയാൽ വളരെ സന്തോഷം. അതിനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പുതിയ കാലത്തെ തമാശ ഉണ്ടല്ലോ സാർ, ഇപ്പം വാഴ 2 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം ഓരോരോ ബ്ലോക്ക് ആയിട്ട്. ഇപ്പം സാർ സിനിമ കണ്ടിട്ടോന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ ഇപ്പോൾ തിയേറ്റർ സീക്വൻസ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡാണ്. അത് മാത്രം കണ്ട് നമുക്ക് ചിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ UK-ലത്തെ എപ്പിസോഡ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡാണ്. അല്ലെങ്കിൽ ഇന്റർവൽ സീക്വൻസിൻ്റെ അവിടുത്തെ ഫൈറ്റ് സീക്വൻസ് അത് ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ്. അങ്ങനെ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടാണ് സിനിമ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ചാപ്റ്റർ വൈസ് സിനിമ സെറ്റിംഗും വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തരൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോരോ ചാപ്റ്റർ ആയിട്ട് 1, 2, 3 ചാപ്റ്റർ ആയിട്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ഇമോഷണൽ സീൻ കഴിഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഒരു തമാശ സീൻ വരുന്നത്. അല്ലെങ്കിൽ തമാശയ്ക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് മറ്റൊരു തമാശയല്ലേ ഈ പുതിയ ഭാഷത്തോട്, പുതിയ തമാശകളോട്, പുതിയ ലിംഗോകളോട്. ഇപ്പം പ്രണയമുണ്ട് രണ്ടുപേർ തമ്മിൽ, എന്നാൽ പ്രണയം നടിക്കുകയാണ്, ബാക്കി സൗഹൃദം നടിക്കുകയാണ് പുറത്തുള്ളത്. അതിന്റെ പേര് ബെസ്റ്റ് എന്നൊക്കെ ആയി മാറുന്നു. അങ്ങനെ ഉള്ള എന്താ പറയാ പുതിയ ലിംഗോ വരുന്നു. ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നു, ഇതൊക്കെ ആയിട്ട് അപ്ഡേറ്റഡ് ആവാൻ പറ്റുന്നുണ്ടോ? എനിക്കത് കുഴപ്പം തോന്നുന്നില്ല. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ജെൻസി കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? അതാണല്ലോ, ജെൻസികളാണല്ലോ ഇപ്പോഴത്തെ യുവാക്കൾ. അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ 2 സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയ 2 സ്ക്രിപ്റ്റ് പക്ക ജെൻസി തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലീസിനും ഓക്കെ ആവും. പക്ഷേ ഇവരെ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിൽ, അവരെ പിടിച്ചേ പറ്റൂ. സിനിമ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ചെറുപ്പക്കാർ തന്നെ ഇറങ്ങണം. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഈ പറഞ്ഞ സത്യേട്ടൻ്റെയും എൻ്റെയും കമലിൻ്റെയൊക്കെ പേര് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അങ്ങ് ആളങ്ങ് വരികയാണ്, ഫാമിലീസ് അങ്ങ് വരികയാണ്. നൂൺ ഷോ മുതൽ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് വാർദ്ധക്യ പുരാണമൊക്കെ പത്മനാഭ തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാനും റാഫി മക്കാടിനും കൂടെ അനിയൻ ബാവ എഴുതിക്കൊണ്ടിരിക്കുക ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊന്ന് പോവാമല്ലേ? ഞാൻ പറഞ്ഞു പോവാം, ഫുള്ളായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു ആവും. അവിടെ ചെന്ന് ക്രൗഡ് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഓ സാറിൻ്റെ ഇമേജ് വേറൊരു ഇമേജാണ്. അത് കഴിഞ്ഞ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആ കിടിലം ക്ലൈമാക്സ് അല്ലേ, അത് കണ്ടിറങ്ങിയപ്പോൾ ആ ഒരു മൂഡിലിറങ്ങി എന്നെ കണ്ടപ്പോഴേ അങ്ങ് ആളുകളങ്ങ് ഭയങ്കര അപ്രിസിയേഷനും ഒക്കെ. അവരിങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിന്നിട്ട് മുറിയിൽ ചെന്നിരുന്നിട്ട് അവർ രണ്ടുപേരും മൂടവിട്ടാണ്, റാഫി മക്കാട്. ഞാൻ ചെന്ത് സാർ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം ഇതിപ്പോൾ കണ്ട സിനിമയിലാണ്. അല്ല, നമ്മൾ ചെയ്യുന്നതിനകത്ത്. ഞാൻ ചോദിച്ചാൽ അതെന്താ? ഓ സാർ എന്തോ ക്ലൈമാക്സാണ് സാർ അതിനകത്ത്. നമ്മളതിനകത്തൊരു തട്ടിപ്പ് ക്ലൈമാക്സ് അല്ലേ? ഞാൻ പറഞ്ഞ് അത് ജീവനുള്ള കഥ, ജീവനുള്ള ക്ലൈമാക്സ്. നമ്മുടെ തട്ടിപ്പ് കഥ, തട്ടിപ്പ് ക്ലൈമാക്സ് അല്ലേ? അല്ലേ? ഞാൻ അവരോട് ചോദിച്ചോളൂ ഇത്. അപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാണ്. ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലൈമാക്സിൽ തൊട്ട് പോകരുത്. ഞാനതിനെ ഒന്നുകൂടി കൊഴുപ്പിക്കും. അത് ഈ പായസത്തിലെടുത്തിടുന്നതൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തതാണ്. അവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് വന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഇംപ്രൂവൈസേഷൻ അതെല്ലാം സദ്യയുടെ ഇടയ്ക്കുള്ള ആ ടീം അതെല്ലാം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സിനിമയ്ക്കും ഓരോ രീതിയുണ്ട്. ഇപ്പോൾ ഞാൻ ടൈറ്റിൽ റിവീൽ ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് പോലും ഇപ്പോൾ ഒരു മെറ്റീരിയലാണ്. ഒരു സിനിമയുടെ ആദ്യത്തെ പ്രൊമോഷൻ മെറ്റീരിയലാണ് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഉത്തമ സിനിമകൾ ഈ പുതിയ തലമുറ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ യാതൊരു ഗുണമില്ലാത്ത സിനിമകളും വരുന്നുണ്ട്. നമുക്ക് രണ്ടും വേണമല്ലേ, എങ്കിലല്ലേ ഈ കമ്പാരിസൺ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാഴ 2 ഒക്കെ ഗംഭീര കളക്ഷനായിരുന്നു ആ പടം. കാരണം അതിന് ശേഷം വന്ന ചില പടങ്ങളൊന്നും അതിനെ ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് വീണ്ടും കളക്ഷൻ. മോഹിനിയാട്ടം എന്നുള്ള സിനിമ നല്ല ഇതിൽ പോയി. അത് നല്ല രീതിയിൽ പോയി.